ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ വലിയൊരു സന്തോഷം, ഞങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു പ്രതീക്ഷ, ഞങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം ഒരു വലിയൊരു കാര്യമാണ് നിങ്ങളെ അറിയിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഏട്ടൻ തന്നെ പറയാം കേട്ടോ. കാരണം നമ്മുടെ ചാനല് മോണിറ്റേഷൻ ആയി കേട്ടോ, ഫുൾ മോണിറ്റേഷൻ ആയി. ഇന്നലെ ആയിരുന്നത് ഫുൾ മോണിറ്റേഷൻ ആയത്. അപ്പം നമുക്കത് നിങ്ങളെ എല്ലാവരെയും ഒന്ന് അറിയിക്കണമല്ലോ, അതിന് വേണ്ടിയാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ചെറിയൊരു വിഷമവും അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് അത് നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രയോജനം ചെയ്യും എന്തൊക്കെയായാലും. വേറൊന്നും കൊണ്ടുമല്ല, നമ്മൾ ഇപ്പം ചെറിയൊരു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. അതുപോലൊരു ആഗ്രഹത്തിന്മേൽ ഞാൻ എൻ്റെ മോഡ് ആഗ്രഹത്തിൻ്റെ പേരിൽ തുടങ്ങിയതാണ് ചാനൽ. അപ്പോൾ അവളെ വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് നോക്കി. അന്നേരം ഒന്നും മൂവിങ് ആവുന്നില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കിങ് ചെയ്ത് നോക്കി. അതിലും എനിക്കങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങി. വീഡിയോസ് വലുതായിട്ടില്ല, ഷോർട്സാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത്. അപ്പോൾ അതിലൂടെ എനിക്ക് സബ്സ്ക്രൈബറെ കിട്ടി. 1000 സബ്സ്ക്രൈബർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരാഗ്രഹം വന്നു. അങ്ങനെ ഞങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തു. ഇതുവരെ നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ 9 ദിവസമായിട്ട് ഞങ്ങൾ ലൈവ് ചെയ്യുന്നില്ലായിരുന്നു. വേറൊന്നുമല്ല, നമ്മൾ മോണിറ്റൈസേഷനായി അപ്ലൈ ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എത്തി, അതായത് മോണിറ്റൈസേഷൻ ആയിട്ട് നമ്മൾ ഒരു ഹാഫ് മോണിറ്റേഷൻ സമയത്ത് നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തായിരുന്നു. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് വീഡിയോസും ഒരുപാട് പേരെടുത്ത് ചോദിച്ചു, എല്ലാം ചെയ്തിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോയത്. അന്നേരം ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അത് കണ്ടിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ആ വീഡിയോസ് നല്ലതായിരുന്നു, പക്കായിരുന്നു, ക്ലിയർ ആയിരുന്നു, എല്ലാം നല്ലതായിരുന്നു. അത് നമ്മൾ അതിന് തെറ്റ് പറയുന്നില്ല. പക്ഷെ അത് കണ്ടുകൊണ്ട് നമ്മൾ ചെയ്തപ്പം അതിനകത്ത് നെയിം എന്നുള്ള സംഭവം അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ആ നെയിം എന്നുള്ളത് ഞങ്ങൾ വെച്ചത് പ്രമോദ് സി എന്നാണ് ഏട്ടൻ്റെ പ്രൂഫിനകത്തെല്ലാം കിടക്കുന്നത്. പക്ഷെ ഞാൻ വെച്ചത് പ്രമോദ് മാത്രമായിപ്പോയി, സി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു ഇഷ്യൂ അന്ന് നമുക്കറിയത്തില്ല. 3000 വാച്ച് അവറും ഹാഫ് മോണിറ്റൈസേഷന് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം അപ്ലൈ ചെയ്ത് പോയി. അങ്ങനെ ഫുൾ മോണിറ്റൈസേഷന് നമ്മൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് അപ്ലൈ ചെയ്യാൻ വന്നപ്പോഴത്തേക്കിന് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് ചേട്ടൻ്റെ പ്രൂഫ്, അതായത് പാൻ കാർഡ് അടിച്ചു കൊടുത്തപ്പോഴത്തേക്കിന് അതിൽ ചേട്ടൻ്റെ പേര് മാച്ചിങ് ആവുന്നില്ല. അത് പ്രമോദ്, ഇത് പ്രൂഫിനകത്ത് പ്രമോദ് സി. അങ്ങനെ അവിടെ വെച്ച് സ്റ്റോപ്പായി. മൊത്തം സ്റ്റോപ്പായി. അന്നത്തെ ദിവസം തൊട്ട് നമ്മൾ ഇന്നലെ വരെ നമുക്ക് വിഷമമായിരുന്നു. ഇന്നലെ ഒരു 11:30 ആയപ്പോഴാണ് നമുക്ക് എല്ലാം റെഡിയായി വന്നത്. ഏകദേശം എല്ലാവർക്കും ഞങ്ങൾ പുറത്ത് തിരക്കിയപ്പം നമ്മൾ ഒരുപാട് ആൾക്കാരുടെ നമ്മളിത് തിരക്കി കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം 21 ദിവസം അല്ലെങ്കിൽ 31 ദിവസം, പിന്നെ അതിന് മണ്ടക്കോട്ട് അങ്ങോട്ട് പോകുമ്പോൾ 45 ദിവസം, അങ്ങനെ മേലോട്ട് പോകും എന്തൊക്കെയായി. പക്ഷെ എന്തൊക്കെയായാലും നമുക്ക് 9ാമത്തെ ദിവസം കറക്റ്റായിട്ട് അത് ഞാൻ ഒത്തിരി വിഷമിച്ചു. കാരണം ഞാൻ ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ വേറൊന്നും കൊണ്ടുമല്ല, എല്ലാവരുടെയും കുറ്റപ്പെടുത്തല്, പരിഹാസം, ആൾക്കാർ പറയുന്നു ഇവർക്ക് വേറെ പണിയില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ, ബന്ധുക്കളായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്യുന്നത്, ലൈവ് ചെയ്യുന്നതിനകത്തെല്ലാം. പക്ഷെ ഞങ്ങളതൊന്നും നോക്കാതെ ഞങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സായിട്ട് നിന്ന് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് വേറൊന്നും കൊണ്ടല്ല. ഞങ്ങൾ ഇതിനകത്ത് പുറകോട്ട് ഞങ്ങൾ ഒരിക്കലും പോയിട്ടില്ല, മുന്നോട്ട് തന്നെ പോകാനേ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് 9 ദിവസം ഞങ്ങൾ നല്ലപോലെ ടെൻഷൻ അടിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ഇതായിട്ട് നമുക്കൊരു പ്രതിഫലമാണ് കിട്ടിയത്. മോണിറ്റൈസേഷനായി. ആ ഒരു സന്തോഷം നിങ്ങളെ ഒന്ന് നല്ലപോലെ ഒന്ന് അറിയിക്കണം എന്നുണ്ട്. അന്ന് അപ്ലൈ ആയിക്കഴിഞ്ഞ് നമുക്കെല്ലാം റെഡി ആയിക്കഴിഞ്ഞ് 2 ദിവസത്തിനകം ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷെ ഞങ്ങൾക്കത് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോസും ഇടുന്നില്ലായിരുന്നു. ഷോർട്സ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ലൈവിൽ വരുന്നില്ലായിരുന്നു. ഇന്നലെയാണ് പിന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് വരാൻ പറ്റത്തില്ല, കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്, അത് മാറിയിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി ഇന്നലെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമുക്കിത് ചാനൽ തുടങ്ങിയിട്ട് 7 മാസമായിരുന്നു. കാരണം 7ാമത്തെ മാസം തന്നെ, ഇപ്പോൾ 7ാമത്തെ മാസം തുറക്കുക. 6ാമത്തെ മാസം ഒരു പകുതിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുൾ മോണിറ്റേഷൻ ആയായിരുന്നു. അതിന് കാരണം തന്നെ നമ്മളിടുന്ന ഓരോ ഷോർട്സ് ആയാലും നമ്മുടെ ലൈവിലായാലും ഒരുപാട് പേരിട്ടുന്നു, ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ലൈവിൽ നമ്മുടെ കൂടെ തന്നെ കട്ട സപ്പോർട്ടായിട്ട് നിന്നതിൻ്റെ പേര് മാത്രമാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് മോണിറ്റേഷൻ ആകാൻ തന്നെ കാരണം. അതിനൊക്കെ വലിയൊരു ബിഗ് താങ്ക്സ് നമ്മൾ എല്ലാവരോടും നമ്മൾ പറയുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ ലൈവിൽ വരുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ, ഞാൻ ഒറ്റയ്ക്ക് ലൈവ് ചെയ്യുമ്പോഴായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ
പിള്ളേരുണ്ട്. അത് മാത്രമല്ല ഫ്രണ്ട്സ്, അങ്ങനെയുള്ള എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ ആൾക്കാർ ലൈവിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഷോർട്സിലും ഒരുപാട് സബ്സ്ക്രൈബർ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോസൊക്കെ ചെയ്യണം. അതുമാത്രമല്ല ഈ സന്തോഷം, അതായത് മോണിറ്റൈസേഷൻ ആയി എന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം അറിയിക്കണമെന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ലൈവ് ചെയ്യുമ്പോഴും ഷോർട്സ് ചെയ്യുമ്പോഴും കൂടുതൽ പേർക്കും അറിയത്തില്ല എന്താണെന്ന്. അപ്പോൾ സൂപ്പർ ചാറ്റും മെമ്പർഷിപ്പും ഒക്കെ വന്നപ്പോഴാണ് എല്ലാവരും ചോദിച്ചത്, ചേച്ചി മോണി ആയോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ആയി മോണി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അറിയാത്തവർക്കും കൂടെ നമ്മുടെ ആ ഒരു സന്തോഷം, നമ്മൾ ഇത്രയും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കഷ്ടപ്പാടിൽ നിന്ന് ഇത്രയും മോണിറ്റൈസേഷൻ എന്നൊരു ലെവല് കംപ്ലീറ്റ് ആക്കി എന്നുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കണം എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. അതിനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇനി ആരെങ്കിലും ഇങ്ങനെ ഈ ചാനലുള്ളവർ മോണിറ്റേഷൻ ആവാനുള്ളവർ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും കറക്റ്റ് അടിച്ചു കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് നോക്കി കൈകാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ദിവസം വീണ്ടും നമുക്ക് ഡിലേ വരും. നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഈ നെയിം എന്നുള്ള സംഭവം, അതുപോലെ അഡ്രസ്സ്, ഏത് നമ്മൾ ചെയ്താലും ശ്രദ്ധിച്ച് ഒരു വട്ടമല്ല, ഒന്നല്ല രണ്ടല്ല, ഒരു 10 പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് കണ്ടിട്ട് ചെയ്യെങ്കിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. നമ്മൾ ഗൂഗിൾ ആഡ്സിൽ കൊടുക്കുന്നതാണെങ്കിലും കറക്റ്റ് നെയിം ആയിരിക്കണം. ആ നെയിമിനകത്ത് നമ്മൾ മാറ്റി കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ യാത്ര നാളെ കഷ്ടപ്പാട് വെറുതെ ആയിരിക്കും. നമുക്ക് തിരിച്ചു കിട്ടും, എല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷെ അത് നമ്മൾ വെയിറ്റ് ചെയ്യണം. എത്ര ദിവസമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈശ്വരൻ അനുഗ്രഹിച്ച് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്ക് 9 ദിവസം നമുക്ക് ഇതായി. പക്ഷെ മറ്റുള്ളവരുടെ തിരക്കിയപ്പം ചിലർക്ക് 21 ദിവസം, 31 ദിവസം, ചിലർക്ക് 41 ദിവസം വരെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ, അത്രയും നാൾ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് അത്രയും ടൈമാണ് നമുക്ക് വേസ്റ്റ് ആവുന്നത്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യുമ്പം തുടക്കക്കാർ, അതായത് യൂട്യൂബിനെ പറ്റി അറിയാത്തവരും ഇപ്പം ഈ ലൈവൊക്കെ ചെയ്ത് വാച്ച് അവറൊക്കെ ഒപ്പിച്ച് വരുന്ന ചെറിയ ചെറിയ ചാനലുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. കൂടുതൽ നിങ്ങൾക്കത് ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യം കൂടാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇനി നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ ഇനിയും ഇത്രയും നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഓരോ ആൾക്കാർക്കും അതിൻ്റെതായിട്ടൊരു ബിഗ് താങ്ക്സ്. നമ്മുടെ ഷോർട്സിനകത്തായാലും ലൈവിനകത്തായാലും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമന്റ്സ്, എല്ലാവരും ഓരോ കമന്റ്സ് ഇടുമ്പോൾ നമ്മൾ കാണുമ്പോൾ സന്തോഷമാണ്. എല്ലാ വീഡിയോസ് ഇടുമ്പോഴും നമ്മുടെ സബ്സ്ക്രൈബർ ഇപ്പം നമുക്ക് ഇത്ര 6K ഉണ്ടെങ്കിൽ തന്നെ അതിൽ അത്രയും പേര് നമുക്ക് വേണ്ടിയിട്ട് കാണുന്നില്ല. എന്നാൽ നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. ഒരു ചാനൽ തുടങ്ങി അത് മോണിറ്റൈസേഷൻ ആവുന്നിടം വരെ നമുക്കൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമുക്ക് ഇവിടം വരെ എത്തിച്ചത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇനിയും നമ്മൾ വീഡിയോസൊക്കെ ഇനിയും നമ്മൾ വീഡിയോസുമായിട്ടൊക്കെ വരും, അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളതെല്ലാം നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാം എന്താ പറയാ, നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇനി നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ നമുക്കിപ്പം പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കമന്റ്സ്, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഏത് കാര്യം വേണമെങ്കിലും ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്കൊരു ഇഷ്യൂസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് നമ്മുടെ ചോദിക്കാം. നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. വേറൊന്നുമല്ല, എല്ലാവർക്കും വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു മോണിറ്റൈസേഷൻ എന്നുള്ളൊരു സംഭവം. അപ്പം അത് പല ആൾക്കാർക്കും പല രീതിയിലാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റ ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും.